മുഖ്യമന്ത്രിക്കായുള്ള തിരച്ചിൽ 6-ാം ദിവസത്തിലേക്ക്. അതെ, ഇന്ന് വല്ലതും കിട്ടുമോ? വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ഭരിക്കാട്ടാ. ഓ വേണ്ട. അതെ, നാളെ രാവിലെ ഇഡ്ഡലി വേണോ ദോശ വേണോ ഉപ്മാവ് വേണോ തീരുമാനിക്കുന്നത് പരിചയസമ്പന്നമായ ഒരു കുക്ക് കുടികൾ കൊണ്ടാണ്. അതെ, എൻ്റെ കഴിവ് കൊണ്ടാണ്. മറിച്ച് ബിബിയാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ എന്നും ഉപ്മാവ് നിന്ന് ചത്തേനെ. ഓ, ഉപദേശം കൊള്ളാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ 10 വർഷം സമയം കിട്ടിയിട്ടേ നാളെ ദോശ വേണോ ഉപ്മാവ് വേണോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്തത് നിന്റെ കഴിവാണോ കഴിവുകേടാണോ? പറയടി. അതെ, അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം, ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. ആർക്ക് എന്ത് വേണം പറയാം. അത് നമ്മൾ കാണുന്നുണ്ട്. ഫ്ലക്സ് വെക്കുന്നു, അത് കയറുന്നു, വെച്ച ഫ്ലക്സ് എടുത്തു മാറ്റാൻ പറയുന്നു. എന്ത് പ്രയാസനാണ് സജി. അതെ, ഒരുപാട് അങ്ങോട്ട് വിളിക്കണ്ട. ദയനീയമായി തോറ്റു, ഭരണവും പോയി, ഇന്ത്യയിൽ എവിടെയും ഭരണില്ല. അതുകൊണ്ടേ കനൽ ഒരുപാട് അങ്ങോട്ട് കത്തിക്കല്ലേ. ഭരണം പോയി, പരാജയം അംഗീകരിക്കുന്നു, നല്ല വിഷമമുണ്ട്. പക്ഷെ ഒന്ന് വിഷമിക്കാനുള്ള സമയം നിങ്ങൾ തരുന്നുണ്ടോ? നിങ്ങൾ മനുഷ്യനെ ചിരിപ്പിച്ച് കൊല്ലല്ലേ. നിങ്ങൾ ഇങ്ങനെ ചിരിച്ചിരുന്നോട്ടോ. വിത്തിൻ ഡേയ്സ് ഞങ്ങൾ മുഖ്യമന്ത്രിനെ തെരഞ്ഞെടുക്കും ചെയ്യും, അടിപൊളിയായിട്ട് ഭരിക്കും ചെയ്യും. ഓ, അത് ഉറപ്പല്ലേ. മുഖ്യമന്ത്രിക്കായുള്ള കസേരക്കളി കഴിഞ്ഞാലുടൻ മറ്റു മന്ത്രിമാർക്കായുള്ള തിരുവാതിരക്കളി ആരംഭിക്കുന്നതാണ്. ഞങ്ങളെ ഗാലറിയിലിരുന്ന് ചിരിച്ച് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ കേട്ടാ. ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും പറയാ. പറയൂ. ആര് ഭരിച്ചാലും നിങ്ങൾ ജോലിക്ക് പോയാലേ എനിക്ക് ഇവിടെ വലുത് ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ടാക്കിയാലേ നിങ്ങളുടെ കുമ്പം നിറയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടേ ഇപ്പം എൻ്റെ മോനെ ജോലിക്ക് പോകാൻ നോക്ക്, സമയം കളയണ്ട. അയ്യോ, ലേറ്റായി ദൈവമേ. ഓഫീസർ